സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈബിളിലൊരു വാചകമുണ്ട്, ഉള്ളവന് വീണ്ടും വീണ്ടും നൽകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുമെന്ന്. ആ വാചകം കേട്ടപ്പോൾ ഞാനും സംശയിച്ചത്, ഇതെന്താ ദൈവം ഇങ്ങനെ ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുമോ? പണക്കാരന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുമോ? ദരിദ്രന് അവൻ്റെ ഉള്ളതുപോലും എടുക്കപ്പെടുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. സത്യത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതായത്, നന്ദി ഉള്ളവനായാൽ അവന് വീണ്ടും വീണ്ടും സമൃദ്ധിയും സന്തോഷവും സമ്പത്തും നൽകുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നന്ദിയില്ലാത്തവനിൽ നിന്ന് അവൻ്റെ ഉള്ളതുപോലും എടുക്കപ്പെടുമെന്നാണ് ദൈവം പറഞ്ഞത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും കേൾക്കുമ്പോൾ പല രീതിയിലാണത് ചിന്തിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർഫുൾ മീനിങ് ആണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നന്ദി ഉള്ളവനായിരുന്നാൽ വീണ്ടും വീണ്ടും നമുക്ക് തരുമെന്ന്. നന്ദിയില്ലാതെ ആയാൽ അത് നമ്മളിലുള്ളതുപോലെ എടുക്കപ്പെടുമെന്ന്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ആണ്. കൃതജ്ഞതാ സ്തോത്രത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തോട് നന്ദിയുള്ളവരായാൽ നമുക്ക് വീണ്ടും വീണ്ടും നൽകുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതനുസരിച്ച് നന്ദിയോടെ ആയിരിക്കാം. താങ്ക് യു ഓൾ.